വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂൾ എന്റെ അപ്പൊ ഇന്ന് നമ്മള് സ്കൂളിലേക്ക് വേണ്ട ബുക്ക്, ബാഗ്, സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം. അപ്പൊ നമ്മുടെ വണ്ടി കാസർഗോഡുക്കുള്ള ലോഡാണ് കേട്ടോ. അത് കേട്ടിട്ട് ജോസ്പേട്ടൻ പോണ്ട്. അപ്പൊ നമ്മള് നേരെ ഇപ്പൊ എങ്ങനെ ആദ്യം പോണത് നിങ്ങളാ തലവരൊന്ന് നോക്കി നോക്കാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാഗ് വേണം. അക്കുണുവിന്റെ പുസ്തകങ്ങൾ കൂടുതലല്ലേ, അപ്പൊ പൊട്ടാൻ പാടില്ലേ. നല്ല ഹെവി ബാഗ് വേണം. അത്യാവശ്യം ഒരു സിമെന്റ് ചാക്കൊക്കെ കയറ്റി വെക്കാൻ പറ്റണ രീതിയിലാണ്. അത് ലോഡുള്ള വണ്ടിയാണ് കടക്കില്ല. അപ്പൊ ഞങ്ങള് ബാഗൊക്കെ മേടിക്കാൻ പറ്റും. കല്ലൂന് ഒന്നില് വാങ്ങിയ ബാഗല്ല, കല്ലു ഒന്നില് വാങ്ങിയിട്ട് കല്ലു 4ാം ക്ലാസ് വരെ കൊണ്ട് നടന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ബാഗ് ആയതുകൊണ്ടാണ് അങ്ങനെ പോയത്. അക്കണു 2 കൊല്ലായില്ല അക്കണോ? ഞാൻ സൂക്ഷിച്ചോണ്ടാന്ന്. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് എല്ലാവരും ബാഗും കൊടയൊക്കെ വാങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഞങ്ങൾ ഇന്ന് വാങ്ങിക്കാൻ പോവാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തല്ലൂര് സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമ്മൾ തൃശ്ശൂർക്കാണ് പോകുന്നത് ബുക്കൊക്കെ മേടിക്കാനായിട്ട്. ജസ്റ്റ് ചേട്ടൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ചേട്ടൻ നല്ല ബാഗുകൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് നമുക്ക് പോവാം അല്ലേ. നല്ലതാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ പിന്നെ എന്തായാലും തൃശ്ശൂർ പോയിട്ട് അവിടെ നിന്ന് മേടിക്കാം. എന്താ ഞങ്ങൾ തല്ലൂർ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ട്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു സെക്ഷനിൽ മൊത്തം ഇങ്ങനെ സ്കൂൾ ഐറ്റംസ് ആണ് കൂടുതലായിട്ട് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് ബാഗിൻ്റെ സെക്ഷനിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി കുറേ ബാഗുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും കമ്പനി ബാഗ് മേടിക്കാമെന്ന് വിചാരിച്ചത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാകുമ്പോൾ കുറേ നാളവർക്ക് കൊണ്ട് നടക്കാനൊക്കെ പറ്റും. ഇപ്പോൾ കല്ലുവിന് ഞങ്ങൾ ഒന്നിൽ മേടിച്ചിട്ട് 4ാം ക്ലാസ് വരെ അവൾ കൊണ്ട് നടന്നു. നല്ല അടിപൊളി ബാഗ് ആയിരുന്നു. ഡാസ്ലറിൻ്റെ ബാഗായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം അതിൻ്റെ ആ കമ്പനിയുടെ തന്നെ ബാഗ് മേടിക്കാമെന്ന് ചോദിച്ചപ്പോൾ അക്കുണും ഒരു 2 കൊല്ലത്തോളമായി അവൻ്റെ ബാഗ് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം 2 പേർക്കും പുതിയ ബാഗൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവർക്ക് ബാഗിനെക്കാട്ടിയും കൂടുതൽ ഇൻട്രസ്റ്റ് ബോക്സ് നോക്കാനാണ്. ബോക്സ് പല ടൈപ്പിൽ ഇങ്ങനെ ഒരേ സ്വിച്ച് നീക്കുമ്പോൾ അവിടെ നിന്ന് കട്ടർ വരുന്നു, ഇവിടെ നിന്ന് റബ്ബർ വരുന്നു, അങ്ങനത്തെ മോഡൽ ബോക്സുകളൊക്കെയാണ് ഇപ്പോൾ. ഭയങ്കര വെറൈറ്റി ബോക്സുകളാണ് കൂടുതലായിട്ട്. അപ്പോൾ അവരിങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 പേർക്കും ബാഗിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം ബോക്സ് നോക്കാൻ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വിളിച്ചിട്ട് വന്നു ഇട്ട് നോക്ക് ബാഗ്, ജസ്റ്റ് വല്ലാണ്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണ പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വേണ്ട, കറക്റ്റ് അവരുടെ ഒരു സൈസിന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ ഞങ്ങൾ പറയണേ ഈ ബാഗിന് 10ാം ക്ലാസ് വരെ കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു. അതൊന്നും പറ്റത്തില്ലായിരിക്കും, കുറച്ച് നാളെ കഴിയുമ്പോൾ നമ്മൾ ബാഗൊക്കെ മാറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ബാഗുകൾ ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്, കളറുകളുണ്ട്, ഒരുപാട് വെറൈറ്റി ടൈപ്പ് ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെറൈറ്റി കളറുകളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മെയിനായിട്ടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് കേട്ടോ. നമ്മുടെ കല്ലു LSS എക്സാം പാസ്സായിട്ടുണ്ട്. ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ടീച്ചേഴ്സിനോടും എന്നെക്കാട്ടും കൂടുതൽ എഫേർട്ട് എടുത്തിരിക്കണത് കല്ലും അതേപോലെ തന്നെ ടീച്ചേഴ്സാണ് കേട്ടോ. അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇവൾക്ക് ഈ ഒരു വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ LSS പാസ്സായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കല്ലൂന് ഈ ഒരു ബാഗാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഡാസ്ലറിൻ്റെ ബാഗായിരുന്നു. നല്ല അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ബാഗൊക്കെ മേടിച്ച് നേരെ നമ്മളിനി തൃശ്ശൂർക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇനി തൃശ്ശൂരിൽ നിന്ന് ബാക്കി ഐറ്റംസൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ വന്നപ്പോൾ പുത്തമ്പള്ളിയുടെ ബാക്കിലാണ് കേട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. എവിടെയാണെന്ന് വെച്ചിട്ട് അങ്ങോട്ട് വണ്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പുത്തമ്പള്ളിയുടെ അവിടെ സൈഡിലേക്കാണ് നമ്മൾ ഇങ്ങനെ ബുക്ക് ഐറ്റംസൊക്കെ കൂടുതലായിട്ട് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നാമത് ഇപ്പോൾ സ്കൂളിൻ്റെ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ റോഡിൽ നല്ല തിരക്കായിരിക്കും. പൊതുവേ ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കുള്ളൊരു ഏരിയയാണ്. അപ്പം നമ്മൾ സ്ഥിരം എല്ലാ വർഷവും നമ്മൾ ഇവിടെ പുത്തമ്പള്ളിയുടെ അടുത്തുള്ളൊരു ഹോൾസെയിൽ കടയുണ്ട് ബുക്കിൻ്റെ ഒക്കെ. അപ്പോൾ അവിടേക്ക് ആണ് നമ്മൾ ലക്ഷ്യമിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ബുക്കും അതേപോലെ തന്നെ പാനും ബാക്കി കുറച്ച് ഐറ്റംസും കൂടെ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വരികയാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ കല്ലൂന് കൊല്ലം തൊട്ട് പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വേണം. അപ്പോൾ അതൊക്കെ നോക്കുകയാണ്. അപ്പോൾ അവർക്ക് അവിടെ ചെല്ലുമ്പോൾ കുറേ ഐറ്റംസൊക്കെ കാണും. അപ്പോൾ അവരത് ഓരോന്നൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് 2 പേർക്കും ഷേക്ക് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷേക്ക് മേടിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ കുറേ നാളായി ഷേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു തൊണ്ടവേദനയും പനിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം എന്തായാലും വാങ്ങിക്കൊടുക്കാം. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ തൊണ്ടവേദനയും ബാക്കി
സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ച് നേരെ ഞങ്ങളിതിനി വണ്ടിയിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് നമ്മുടെ അന്തരീക്ഷമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോസാണ് കേട്ടോ. ഒരു കുറച്ച് ദിവസം ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോ കണ്ടിന്യൂസ് ഇടാനായിട്ട് സാധിക്കാത്തത്. എന്തായാലും ഇതൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ കുറേ നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു മെമ്മറി അല്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്കായി ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ബാക്കി പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ വിചാരിച്ചു നേരെ എന്തായാലും തൃശ്ശൂരാണ്, പിന്നെ സ്കൂളൊക്കെ തുറക്കാറായില്ല. പിന്നെ ഇപ്പോൾ പാർക്കിലൊന്ന് കയറിയിട്ട് പോകും. പാർക്കിൽ ചെന്നപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുറേ ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്ക് പുറത്തുനിന്നുള്ള കേട്ടോ, തമിഴ്നാട്ടാണെന്നാണ് തോന്നുന്നത്. അതുപോലെ തമിഴാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അവരിങ്ങനെ ഒരു ബസ്സൊക്കെ വിളിച്ച് വരുന്ന ആൾക്കാരുകളുണ്ടാവില്ല, അപ്പോൾ അവർ ജസ്റ്റ് അവിടെ കളിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അതിലൊരു കുട്ടീനെ മിസ്സായിട്ട് ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ ഇഷ്ടമുണ്ടാവുള്ളൂ. അപ്പോൾ എന്നിട്ട് പിന്നെ കുട്ടീനെ കിട്ടിയപ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷമായിട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ അച്ഛൻ ഭയങ്കരമായിട്ട് പേടിച്ച് കരഞ്ഞിട്ടാണ് ഓടി വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവർ ഇങ്ങനെ ഓരോ റൈഡുകളിലൊക്കെ കയറി കളിച്ച് നടക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്ലുവിന് അക്കുണുവിന് മെയിനായിട്ട് വന്നപ്പോൾ തൊട്ട് തുടക്കുന്നതാണ് കേട്ടോ ഈ ഒരു സംഭവം. ഒരാൾ കയറി നോക്കും, അറ്റം വരെ കൈവിട്ട് പോകണമല്ലോ. അപ്പോൾ അത് പറ്റണില്ല. കുറച്ച് നേരം ഒരാൾ നോക്കും, അത് കഴിയുമ്പോൾ വേറെ ആൾ നോക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ കുറേ പിള്ളേർ അവിടെ കുറേ പിള്ളേർ നോക്കുന്നുണ്ട്. കുറേ പിള്ളേർക്ക് പറ്റാണ്ടവരൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. പ്രാക്ടീസ് ഉള്ളവർക്കൊക്കെ വേഗം പറ്റും കേട്ടോ. അപ്പോൾ അവർക്ക് പറ്റാണ്ടായപ്പോൾ ലാസ്റ്റ് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അക്കുണ് ഇങ്ങോട്ട് പോന്നു. കല്ലുവിന് അതുമ്പോൾ തന്നെ അത് അറ്റം വരെ പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ട്രൈ ചെയ്യുന്നതിനെ കൊണ്ട് പറ്റും, അങ്ങനെ നമ്മൾ ഒരു വട്ടം പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരരുതല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണത്. പാർക്കൊക്കെ ഇപ്പോൾ നന്നാക്കിയതിന് ശേഷം ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനായാലും മുതിർന്നവർക്ക് അവിടെ ഇരിക്കാനും നമുക്ക് റെസ്റ്റ് ചെയ്യാനും അവർ കളിക്കുന്ന ആ ഒരു സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അവരുടെ അതിൻ്റെ അടുത്ത് ചെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമ്പോൾ നമുക്ക് ഇരിക്കാം. അപ്പോൾ നമ്മുടെ ഞങ്ങൾ പറയാറ് ഞങ്ങൾ എവിടെയാണ് ഇരിക്കണേ അത് കണ്ടില്ലേ, ലാസ്റ്റ് കല്ലു എടുത്തിട്ട് അവളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അക്കുണു അവളെ എടുത്തിട്ട് ഞാൻ എടുക്കാൻ തന്നെ നീ അറ്റം വരെ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവളെ സപ്പോർട്ട് ചെയ്തിട്ട് അവൻ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമായി അവരങ്ങനെ ചെയ്യണ കണ്ടപ്പോൾ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നല്ല അടിപിടിയാണെങ്കിലും അവരുള്ളിൽ നല്ലൊരു സപ്പോർട്ടിങ് മൈൻഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട്. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയി തുടങ്ങി, പാർക്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി കാണും വരേക്കും എല്ലാവർക്കും ബൈ.